In this video, we are going to discuss about strings and string handling functions. A string is a sequence of characters that is treated as a single data name. String എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ആ സ്ട്രിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നെയിം ഉണ്ടായിരിക്കും. നെയിം വെച്ചിട്ടാണ് ആ സ്ട്രിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Any group of characters defined between double quotation mark is a string constant. ഈ ടേം നമ്മൾ പറഞ്ഞതാണ് എന്താണ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റൻസിൽ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഡബിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ അത്തരം സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, പ്രിൻ്റ് ഓഫ് വെൽ ഡൺ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക, പ്രിൻ്റ് ഓഫ് വെൽ ഡൺ. ഇതിൽ വെൽ ഡൺ എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ തന്നിട്ടുള്ളത്. ഹിയർ വെൽ ഡൺ ഈസ് എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഈ വെൽ ഡൺ എന്നതിനെയാണ് നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ട്രിങ് കോൺസ്റ്റൻറ്റുകൾ എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചാണ്, എങ്ങനെയാണ് എങ്ങനെയാണ് സി പ്രോഗ്രാമിങ്ങിൽ സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യുന്നത് എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഒരുപാട് ഡാറ്റ ടൈപ്പുകളെ പറ്റി പറഞ്ഞു. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിള് പോലുള്ള ഡാറ്റ ടൈപ്പുകൾ. ഈ ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലാതെ നമുക്ക് ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ പേര് സേവ് ചെയ്യണം. അപ്പോൾ ഒരു പേര് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മെമ്മറിയിൽ സേവ് ചെയ്യുന്നത് എന്നാണ്, സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സ്ട്രിങ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ നോക്കുക, ഇതിൽ സ്ട്രിങ്ങിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റ ടൈപ്പ്, സ്ട്രിങ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാർ സ്ട്രിങ് നെയിം വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് സൈസ്. ഇവിടെ ഒരു അറേ എന്ന കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ സ്ട്രിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം ടൈപ്പ് എലമെൻറ്റുകളുടെ കളക്ഷനെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, സെയിം ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടറുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഒരു ക്യാരക്ടർ അറേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറേ ഡിക്ലെയർ ചെയ്യുന്ന അതേ ഒരു ഡിക്ലറേഷൻ്റെ ഫോം തന്നെയായിരിക്കും സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാനും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാർ ആയിരിക്കും. ദെൻ സ്ട്രിങ് നെയിം, എന്താണോ സ്ട്രിങ്ങിൻ്റെ നെയിം, സ്ട്രിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നെയിം. ദെൻ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ്, ആ സ്ട്രിങ്ങിൻ്റെ സൈസ് എത്ര ക്യാരക്ടേഴ്സാണ് അതിൽ വരുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാനുള്ള സൈസ്. അങ്ങനെയാണ് ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, ക്യാർ സിറ്റി ഓഫ് ടൺ. ഇവിടെ ക്യാർ ഡാറ്റ ടൈപ്പ്, സിറ്റി എന്ന് പറയുന്നതാണ് സ്ട്രിങ് നെയിം. സിറ്റി എന്ന് പറഞ്ഞ സ്ട്രിങ് നെയിമിൻ്റെ സൈസ് 10 ആണ്. അപ്പോൾ 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക, ക്യാർ നെയിം ഓഫ് ടൺ. ക്യാർ നെയിം ഓഫ് ടൺ, നെയിം ഈസ് ആൻ അറേ വിത്ത് സൈസ് 10 ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അറേയാണ് നെയിം എന്നത്. ഇനി അതിൻ്റെ ഇനീഷ്യലൈസേഷൻ നോക്കുക, എങ്ങനെയാണ് സ്ട്രിങ്ങിൻ്റെ ഇനീഷ്യലൈസേഷൻ. ക്യാർ സ്ട്രിങ് നെയിം ഓഫ് സൈസ് ഈക്വൽ ടു സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. എക്സാമ്പിൾ നോക്കുക, ക്യാർ സിറ്റി ഓഫ് ടൺ ഈക്വൽ ടു മുംബൈ. സോ ആ സിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അറേയിൽ മുംബൈ എന്നായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. രണ്ട് തരത്തിൽ സ്ട്രിങ്ങുകളെ ഡിക്ലെയർ ചെയ്യാം, സ്ട്രിങ്ങുകളെ ഇനീഷ്യലൈസ് ചെയ്യാം. ഒന്നാമത്തെ രീതിയാണ് ക്യാർ സിറ്റി ഓഫ് ടൺ ഈക്വൽ ടു മുംബൈ. ഇനി നമുക്ക് ഈ മുംബൈ എന്നത് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യാം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക, ക്യാർ സിറ്റി ഓഫ് ടൺ ഈക്വൽ ടു സ്ക്വയർ വിത്തിൻ കേളി ബ്രേസസിൽ MUMBAI. ഓരോന്നും ഓരോ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളായിട്ട് കോമ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതും ഒരു രീതിയിലുള്ള ഇനീഷ്യലൈസേഷനാണ്. ഈ ഒരു ഫിഗറിൽ നോക്കുക, ഇങ്ങനെയായിരിക്കും ഒരു സ്ട്രിങ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ക്യാർ സിറ്റി ഓഫ് ടൺ ഈക്വൽ ടു ഗുഡ് എന്ന് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ അറേയാണ് സിറ്റി. ഇപ്പോൾ സിറ്റി എന്ന കാരണം ക്യാരക്ടർ അറേക്ക് 10 ആണ് സൈസ്. സോ 10 മെമ്മറി ലൊക്കേഷനുകളായിരിക്കും ആ സിറ്റി എന്ന ക്യാരക്ടർ അറേയിൽ അലോക്കേറ്റ് ചെയ്യുന്നത്.
അതിലെ ഓരോ ലൊക്കേഷനിലും ഓരോ ക്യാരക്ടർ വെച്ച് സ്റ്റോർ ചെയ്യും. അതിന് റിമൈനിങ് ആയിട്ട് അതിന് ശേഷം വരുന്ന വാക്കൻറ്റ് സ്പേസുകളെല്ലാം /0 വെച്ച് ഫില്ല് ചെയ്യും. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ട്രിങ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ അവസാനത്തെ ക്യാരക്ടർ /0 ആയിരിക്കും. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് /0. നൾ ക്യാരക്ടർ എന്നാണ് /0നെ പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ അവസാനം /0 ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ 10 സൈസുള്ള ഒരു അറയാണ് സിറ്റി എന്നൊരു ക്യാരക്ടർ അറയാണ് ഡിക്ലെയർ ചെയ്തത്. സോ അതിൽ നമുക്ക് 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇവിടെ അവസാനത്തെ ക്യാരക്ടർ /0 ആയതുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടർ അറയിൽ 9 ക്യാരക്ടറുകൾ മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യാൻ കഴിയുക. അവസാനത്തെ ലൊക്കേഷനിൽ /0 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 10 സൈസുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 9 ക്യാരക്ടറുകളും സ്റ്റോർ ചെയ്യാം. ദെൻ അവസാനത്തെ സ്പേസിൽ /0 ആയിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്ട്രിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ക്യാരക്ടർ നൾ ക്യാരക്ടർ ആയിരിക്കും. ഇത് /0 വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൗ ടു റീഡ് സ്ട്രിങ് യൂസിങ് സ്കാൻഎഫ് ഫംഗ്ഷൻ. എങ്ങനെയാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ട്രിങ്ങുകളെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ സാധാരണ റീഡ് ചെയ്യുന്ന സ്കാൻഎഫ് ഫംഗ്ഷനിലെല്ലാം ഒരു കൺട്രോൾ സ്ട്രിങ് ഉണ്ടായിരിക്കും. ആ കൺട്രോൾ സ്ട്രിങ് ഉപയോഗിച്ചാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ക്യാർ അഡ്രസ് ഓഫ് 10. അഡ്രസ് എന്നതൊരു ക്യാരക്ടർ അറയാണ്, 10 സൈസുള്ള ക്യാരക്ടർ അറയാണ്. സോ 9 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് നമുക്ക് അവർ സേവ് ചെയ്യാം. സ്കാൻഎഫ് %s അതാണ് കൺട്രോൾ സ്ട്രിങ്. സ്ട്രിങ് റീഡ് ചെയ്യാനുള്ള കൺട്രോൾ സ്ട്രിങ് %s ആണ്. ദെൻ അഡ്രസ് എന്ന അറേ നെയിം അല്ലെങ്കിൽ ക്യാരക്ടർ അറേ നെയിം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്കാൻഎഫ് ഫംഗ്ഷനുകൾക്കും ഇൻറ്റിജർ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും ഡബിൾ ആണെങ്കിലും റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംപ്രസൻറ്റ് ഇട്ട ശേഷമാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ട്രിങ് റീഡ് ചെയ്യുന്ന നേരത്ത്, ഒരു സ്ട്രിങ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന നേരത്ത് ആംപ്രസൻറ്റ് എന്ന സിമ്പലിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഈ ഒരു സ്ട്രിങ് എന്ന കേസിലുള്ള ഒരു വ്യത്യാസം. The problem with the scanf function is that it terminates its input on the first white space it finds. അതായത് സ്കാൻഎഫ് ഫംഗ്ഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു വൈറ്റ് സ്പേസ് ഒരിക്കലും ഈ സ്കാൻഎഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ കഴിയില്ല. അതായത് ഒരാളുടെ പേരിൽ 2 ഭാഗങ്ങളുണ്ടെങ്കിൽ ആ 2 ഭാഗവും ഒരു സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സ്കാൻഎഫ് ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴാണോ വൈറ്റ് സ്പേസ് വരുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള ക്യാരക്ടറുകൾ മാത്രമായിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൻഎഫ് ഉപയോഗിച്ച് നമുക്ക് വൈറ്റ് സ്പേസ് വരുന്ന ഒരു സ്ട്രിങ് ഒരിക്കലും റീഡ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു വലിയ സെൻറ്റൻസ്, ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് ഒരിക്കലും സ്കാൻഎഫ് ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ കഴിയില്ല. റീഡിങ് സ്ട്രിങ് യൂസിങ് getchar ആൻഡ് gets ഫങ്ഷൻസ്. നമുക്ക് മറ്റ് സ്കാൻഎഫ് അല്ലാതെ മറ്റ് 2 ഫംഗ്ഷനുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. getchar, gets. ഇത് രണ്ടും സ്ട്രിങ്ങിനെ ഉപയോഗിക്കുന്ന 2 ഫംഗ്ഷനുകളാണ്. getchar എന്നത് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. gets എന്നത് ഒരു സ്ട്രിങ് റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. നമുക്ക് getchar ഈസ് യൂസ്ഡ് ടു റീഡ് എ സിംഗിൾ ക്യാരക്ടർ. നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് getchar. അപ്പോൾ getchar എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. char ch എന്നതൊരു ക്യാരക്ടർ വേരിയബിളാണ്. ch ഈസ് ഈക്വൽ ടു getchar. അതായത് ഈ ഒരു കോഡിൽ സംഭവിക്കുന്നത്, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ ch എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഇങ്ങനെയാണ് getchar ഉപയോഗിച്ച് ക്യാരക്ടറുകൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് നോക്കുക, gets ഈസ് യൂസ്ഡ് ടു റീഡ് എ സ്ട്രിങ് ഓഫ് ടെക്സ്റ്റ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസസ്. അതായത് വൈറ്റ് സ്പേസസ് ഒക്കെയുള്ള അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് gets ഉപയോഗിക്കാം. അതായത് നമ്മൾ സ്കാൻഎഫിന് പറഞ്ഞ ഒരു പ്രോബ്ലം ഈ gets ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. വൈറ്റ് സ്പേസസ് ഉള്ള gets ഉപയോഗിച്ച് റീഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് gets ഉപയോഗിച്ചതിന് അതിൻ്റെ സിൻറ്റാക്സ് ആണ് തന്നിട്ടുള്ളത്. char string of 10, str എന്നത് ഒരു
ക്യാരക്ടർ അറേയാണ്, 10 സൈസ് അറേയാണ്. ദെൻ ഗെറ്റ്സ് ഓഫ് str എന്ന് പറയുമ്പോൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ str എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്യും. റൈറ്റിംഗ് സ്ട്രിങ് ടു സ്ക്രീൻ, എങ്ങനെയാണ് സ്ക്രീനിലേക്ക് സ്ട്രിങ്ങിനെ പ്രിൻ്റ് ചെയ്യിക്കുന്നത് എന്ന് നോക്കാം. യൂസിങ് പ്രിൻ്റ് ഫംഗ്ഷൻ. ഒന്നാമത്തെ പ്രിൻ്റ് ഫംഗ്ഷനാണ്. പ്രിൻ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ സ്ട്രിങ്ങും %s, നെയിം എന്നത് അറേ ആണെങ്കിൽ, നെയിം എന്നത് ക്യാരക്ടർ അറേ ആണെങ്കിൽ നെയിം. അപ്പം നെയിമിൽ എന്താണോ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്ത് സ്ക്രീനിൽ കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു രീതിയാണ് യൂസിങ് പുട്സ് ഫംഗ്ഷൻ. ഗെറ്റ്സ് പറഞ്ഞ പോലെ തന്നെ ഗെറ്റ്സ് കീബോർഡിൽ നിന്ന് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനാണെങ്കിൽ പുട്സ് സ്ക്രീനിലേക്ക് സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പുട്സ്. പുട്സ് നെയിം. നെയിം എന്നതൊരു സ്ട്രിങ്, ഒരു ക്യാരക്ടർ അറിയാണെങ്കിൽ പുട്സ് നെയിം എന്ന് പറയുമ്പോൾ നെയിമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണോ അത് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണാം. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഫംഗ്ഷനുകളെ കുറിച്ചാണ്. ഇതിനെ നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. സി ലൈബ്രറി സപ്പോർട്ട് ലാർജ് നമ്പർ ഓഫ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. സി ലൈബ്രറിയിൽ ഒരുപാട് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനുകൾ അവൈലബിൾ ആണ്. നമ്മുടെ പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഫംഗ്ഷനുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ strcat. strcat ഈസ് യൂസ്ഡ് ടു കൺകാജിനേറ്റ് 2 സ്ട്രിങ്സ്. 2 സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ 2 സ്ട്രിങ്ങുകൾ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcat. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ strcmp, യൂസ്ഡ് ടു കമ്പയർ 2 സ്ട്രിങ്. 2 സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcmp. ദെൻ strcpy, കോപ്പി 1 സ്ട്രിങ് ഓവർ അനദർ. ഒരു സ്ട്രിങ്ങിലെ വാല്യൂ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcpy. ദെൻ strlen, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strlen. ഫസ്റ്റ് ഫംഗ്ഷൻ strcat, ഫോർ ജോയിൻ 2 സ്ട്രിങ്സ് ടുഗദർ. 2 സ്ട്രിങ്ങുകൾ ജോയിൻ ചെയ്യിക്കാനാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ്, ജനറൽ ഫോം എന്ന് പറയുന്നത് strcat, ദെൻ വിത്തിൻ ബ്രാക്കറ്റ് string 1, string 2. ഇവിടെ string 1 ആൻഡ് string 2 ആർ 2 ക്യാരക്ടർ അറേസ്. string 1, string 2 2 ക്യാരക്ടർ അറേ ആയിരിക്കും. strcat string 1, string 2 എന്ന് പറയുന്നത് ഈ 2 സ്ട്രിങ്ങുകൾ കൂടി കൺകാജിനേറ്റ് ചെയ്ത റിസൾട്ടായിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നോക്കുക. നെയിം എന്ന ഒരു ക്യാരക്ടർ അറേ ഇതിൽ വെരി എന്ന് സേവ് ചെയ്തത് കാണാം. വെരി സ്പേസ്, വെരി കഴിഞ്ഞൊരു സ്പേസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ /0 കാണുന്നു, അതുകൊണ്ട് അതായിരിക്കും സ്ട്രിങ്ങിൻ്റെ എൻഡ്. ദെൻ നെയിം 2 എന്നൊരു ക്യാരക്ടർ അറേ അതിൽ സേവ് ചെയ്തിട്ടുള്ളത് ഗുഡ് എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. നോക്കുക, strcat നെയിം 1, നെയിം 2 വിൽ റിസൾട്ട് ഇൻ വെരി ഗുഡ് എന്നായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. അപ്പം നെയിം 1ലേക്ക് നെയിം 2ലെ വാല്യൂ കൂടി കമ്പൈൻ ചെയ്ത് റിസൾട്ടായിരിക്കും നെയിം 1 തരുന്നത്. ദെൻ സെക്കൻഡ് വൺ നോക്കുക, strcmp, കമ്പയർ 2 സ്ട്രിങ്സ്. ജനറൽ ഫോം strcmp string 1, string 2, where string 1 and string 2 may be string variable or string constants. ഇവിടെ ഈ ഒരു സിൻടാക്സിൽ കാണുന്ന string 1, string 2 ഒന്നുകിൽ ക്യാരക്ടർ അറേ ആവാം, അല്ലെങ്കിൽ അതൊരു 2 സ്ട്രിങ് കോൺസ്റ്റൻറ്റുകളും ആവാം. സ്ട്രിങ് കോൺസ്റ്റൻറ്റുകളും strcmpക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കുക. അതിലെ നെയിം എന്ന ഒരു ക്യാരക്ടർ അറേ, നെയിം എന്ന ക്യാരക്ടർ അറേയിൽ there എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്യാരക്ടർ അറേയാണ് നെയിം 2. നെയിം 2 ക്യാരക്ടർ അറേയിൽ സേവ് ചെയ്തിട്ടുള്ളത് their എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. സോ strcmp ഓഫ് നെയിം 1, നെയിം 2 വിൽ റിട്ടേൺ എ വാല്യൂ -9. അതായത് ഈ ഒരു strcmp ഓഫ് നെയിം 1, നെയിം 2 റിട്ടേൺ ചെയ്യുന്നത് -9 എന്നൊരു വാല്യൂ ആയിരിക്കും, വിച്ച് ഈസ് ദ ന്യൂമറിക് ഡിഫറൻസ് ബിറ്റ്വീൻ ASCII ഓഫ് I ആൻഡ് R. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ strcmp റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതായത് ആ 2 സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്ത് ഏതൊരു സ്ട്രിങ്ങിലാണോ ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് ആ ക്യാരക്ടറുകൾ തമ്മിലുള്ള ASCII വാല്യൂയുടെ ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ആദ്യത്തെ 3 ക്യാരക്ടർ THE സെയിം ആയിരിക്കും, 4ാമത്തെ ക്യാരക്ടർ R ആണ്, 2ാമത്തെ അറേയിൽ I ആണ്. അപ്പോൾ അവിടെയാണ് ഒരു ഡിഫറൻസ് വന്നത്. സോ
രണ്ട് സ്ട്രിങ്ങുകളും ഈക്വൽ അല്ല. സോ അത് തമ്മിലുള്ള ആസ്കി വാല്യൂകളുടെ ഡിഫറൻസ് -9 ആണ്. അതുകൊണ്ട് ആണ് ഇതിൻ്റെ ആൻസർ -9 ആയിട്ടുള്ളത്. ഇനി രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ strcmp എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അത് ഒരു strcmp എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് സ്ട്രിങ്ങുകളും ഈക്വലാണ്. അല്ലാത്ത കേസിൽ നോട്ട് ഈക്വലാണ്. തേർഡ് വൺ strcpy. strcpy of string 1, string 2. String 1 is a character array and string 2 may be character array or string constant. strcmp is used to copying. ഒരു സ്ട്രിങ് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcpy. എക്സാമ്പിൾ നോക്കുക. name1 എന്നാണ് name1ൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. name2 എന്ന ക്യാരക്ടർ അറേയിൽ 2 എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. strcpy of name1, name2 will assign the content of string 2 to the string 1. Size of string 1 should be larger than the size of string 1. അതായത് ഇവിടെ strcpy of name1, name2 എന്ന് പറയുന്നത് name2 എന്ന സ്ട്രിങ്ങിലുള്ള വാല്യൂ എന്താണോ അത് ആ ഒരു സ്ട്രിങ് name1ലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് name1 എപ്പോഴും name2 സൈസ് കൂടുതലായിരിക്കണം. അതായത് string 1 string 2 ആണെങ്കിൽ string 1 string 2 കൂടുതൽ സൈസുള്ള ക്യാരക്ടർ അറേ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് name1 2 എന്നായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആഫ്റ്റർ എക്സിക്യൂഷൻ strcpy name1, name2 എന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം name1 2 എന്ന് തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യുക. name2ലും ഓൾറെഡി ഉണ്ടായിരുന്ന 2 എന്ന് തന്നെയായിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ എക്സിക്യൂഷൻ രണ്ട് ക്യാരക്ടർ അറേകളിലും 2 എന്ന് തന്നെയായിരിക്കും. കാരണം രണ്ടാമത്തെ ക്യാരക്ടർ അറേയിലുള്ള വാല്യൂ ഒന്നാമത്തെ ക്യാരക്ടർ അറേയിലേക്ക് സേവ് ചെയ്തു. നാലാമത്തെ ഫംഗ്ഷനാണ് strlen. strlen റിട്ടേൺ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് റിട്ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് strlen. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് strlen ഓഫ് സ്ട്രിങ്. സ്ട്രിങ് ഈസ് ദ ക്യാരക്ടർ അറേ ഓർ എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഒരു ക്യാരക്ടർ അറേയോ അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻറ്റോ ആയിരിക്കും. ആ സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ സൈസ് എത്രയാണോ അതായിരിക്കും strlen റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സ്ട്രിങ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. താങ്ക് യു.